ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. വിധിയുടെ കപ്പേള 1927 സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇങ്ങേ അറ്റം ചമ്മട്ടിയടിയുടെ പള്ളിയുടെ നേരെ എതിർവശത്ത് സമചതുരത്തിലുള്ളൊരു ദേവാലയം. ബൈസൻ്റെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹഗിയ സൊഫിയ ദേവാലയത്തിൻ്റെ അവശിഷ്ടത്തിന്മേൽ പണിതുയർത്തിയത്. 1903-4 കാലഘട്ടത്തിൽ മെൻഡനിൽ നിന്നുള്ള ഫെൻഡലിൻ ഗീർലിഹ് എന്ന് പറയുന്ന ബ്രദറാണ് ഇത് രൂപകൽപ്പന നൽകുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ചില്ലുകളിൽ പീഡാനുഭവത്തിൻ്റെ ഉപകരണങ്ങൾ മാലാഖമാർ താങ്ങുന്നു. താഴെ പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 3D രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ്. പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് കർത്താവിനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്, കർത്താവിൻ്റെ മേൽ കുരിശ് ഏൽപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ കർത്താവും മാതാവും പരസ്പരം കാണാതിരിക്കാൻ തൻ്റെ കോട്ടുകൊണ്ട് അവരെ പരസ്പരം മറയ്ക്കുന്ന രംഗം. സ്പെയിനിൽ നിന്നുള്ള സംഭാവനകളാണ് ഈ ചിത്രീകരണങ്ങൾ. പെസഹ തിരുനാളായിരുന്നതുകൊണ്ട് പ്രത്തോറിയത്തിൽ കടന്നാൽ അവർ അശുദ്ധരാകുമെന്നുള്ളതിനാൽ പ്രത്തോറിയത്തിൽ കടക്കാതെ അവർ പുറത്താണ് നിന്നിരുന്നത്. ലിത്തോസ്ത്രോത്തോസ്, കൽത്തളം, അല്ലെങ്കിൽ അരമായിക്കിൽ ഗബ്ബത്ത, ഉയർന്നത് എന്ന് പറഞ്ഞാൽ ഈ കൽത്തളത്തിലെ അങ്കണത്തിലെ പീഠം. ഇവിടെയാണ് പീലാത്തോസ് വന്നിരിക്കുന്നതും വിധിവാചകം ഉച്ചരിക്കുന്നതും. ജനങ്ങൾ പുറത്തുള്ള മൈതാനത്ത് ചത്തുരത്തിലിരിക്കുന്നു. ഇവിടെയാണ് ഹഡ്രിയാൻ ആർച്ച് നിർമ്മിക്കുന്നത്. പിന്നീട് നമ്മൾ എച്ച് ഓമോ ഇതാ മനുഷ്യൻ എന്ന് പറയുന്ന ആർച്ച് കാണുന്നത് അവിടെയാണ്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള കൽത്തളം കാണാം. മാർബിൾ കല്ലുകൾ, വലിയ മാർബിൾ കല്ലുകൾ, അവയിൽ വരകളുണ്ട്, കുതിരയ്ക്ക് തെന്നിപ്പോകാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനുള്ളത്. ഒപ്പം ചതുരംഗം പോലെയുള്ള റോമൻ കളികൾ അവിടെ വരച്ചിട്ടിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ച ഇതിന് പിന്നിലുള്ള സിയോൺ സിസ്റ്റേഴ്സിൻ്റെ എച്ച് ഓമോ കോൺവെൻറ്റിനകത്ത് കാണാവുന്നതാണ്. ഇവിടെ പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് കർത്താവിനെ യഹൂദർക്ക് വിട്ടുകൊടുക്കുന്നു. കൈ കഴുകൽ റോമൻ ആചാരമല്ല. ബറാബാസിനെ വിട്ടുകൊടുക്കാനുള്ള തന്ത്രം പീലാത്തോസ് കണ്ടത് റോമൻ ആചാരം യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇവിടെ റോമാക്കാരുടെ ആചാരമല്ല, യഹൂദരുടെ ആചാരമാണ് അവൻ എടുക്കുക. നിയമാവർത്തന പുസ്തകമനുസരിച്ച് ഒരു നഗര കവാടത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം കണ്ടാൽ അതിൻ്റെ ഉത്തരവാദികൾ തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നഗരത്തിലെ നേതാക്കന്മാർ കൈ കഴുകുന്നൊരാചാരം, അതാണ് പീലാത്തോസ് ഇവിടെ നടത്തുക. കൈ കഴുകിക്കൊണ്ട് നീതിമാനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സ്വന്തം അധികാരവും സ്ഥാനലബ്ധിയും സ്വാർത്ഥതയ്ക്കും വേണ്ടി നിഷ്കളങ്ക രക്തം ഒറ്റിക്കൊടുക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിലും ഈ നിലപാടുകൾ ഉണ്ടാകാറുണ്ടോ എന്നൊന്ന് വിലയിരുത്തി നോക്കുക. നിഷ്കളങ്കനെ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടവൻ അവൻ്റെ രക്തം കുടിക്കുന്നവനായിട്ട് മാറുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മുന്നറിയിപ്പാണ് കർത്താവിനെ വിധി കൽപ്പിച്ച ഈ സ്ഥലം. ഇവിടെ നിന്നാണ് തീർത്ഥാടകരെ കുരിശിൻ്റെ വഴി ആരംഭിക്കുക. എൽ ഒമറിയെ സ്കൂളിലെ ഔദ്യോഗികമായിട്ട് ഫ്രാൻസിസ്കൻസ് നടത്തുമെങ്കിലും തീർത്ഥാടകർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ കുരിശിൻ്റെ വഴി ആരംഭിക്കാറ് വിധിയുടെ ഈ കപ്പേളയിൽ നിന്നാണ്. വേദനയുടെ പാടുപീടയുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ നീതിമാനെ നിഷ്കളങ്കനെ നമുക്കോർക്കാം. നമുക്കും നിഷ്കളങ്കരാകാം, നിഷ്കളങ്കരെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.